ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് മൂമെൻറ്റ്സിലെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് മൂവ്മെൻറ്റ് മെൻഷൻഡ് ഇൻ ഈച്ച് ഓഫ് ദോസ് ഗിവൺ ബിലോ. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ, പ്ലാന്റ് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഏത് പ്ലാന്റ് മൂവ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീ പ്ലാന്റ് ട്വിൻസ് അറൗണ്ട് എ സപ്പോർട്ട്. അപ്പോൾ ഒരു സപ്പോർട്ട്, ഒരു താങ്ങൽ പയർ ചെടി ചുറ്റി പണർന്ന് വളരുന്നത്, അതെന്താണ്? ഹെപ്റ്റോട്രോപ്പിസം. ഓക്കെ. രണ്ടാമത്തത്, ദ കോക്കനട്ട് ട്രീ നിയർ ദ ബാങ്ക് ഓഫ് എ റിവർ ഗ്രോവ്സ് ലീനിങ് ടുവേർഡ്സ് ദ റിവർ. ഓക്കെ, നദീതീരത്തുള്ള തെങ്ങ് നദിയിലോട്ട് ചാഞ്ഞിട്ടാണ് വളരുക. അതെന്തുകൊണ്ടാണ്? അത് സൂര്യപ്രകാശത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ സൺലൈറ്റ്. അപ്പോൾ അത്തരം സസ്യത്തിൻ്റെ ചലനം, പ്ലാന്റ് മൂവ്മെൻറ്റിന് നമ്മൾ എന്ത് പറയും? ഫോട്ടോട്രോപ്പിസം. ദെൻ തേർഡ് വൺ, പോളൻ ട്യൂബ് ഗ്രോസ് ടുവേർഡ്സ് ദി ഓവറി. ദാറ്റ്സ് കീമോട്രോപ്പിസം. കാരണം എല്ലാ പൊള്ളൻ ഗ്രെയിൻസും പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യില്ല. അത് കറക്റ്റ് മാച്ച് ആയാലേ പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ കുറേ കെമിക്കൽ എൻസൈംസിൻ്റെ ഒക്കെ ആവശ്യങ്ങളുണ്ട്. സോ അത് കീമോട്രോപ്പിസം. ദെൻ ലീഫ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ്സ് ഫോൾ വൈൽ ടച്ചിങ്. തൊട്ടാ വാടിപ്പോകുന്നത് നാസ്റ്റിക് മൂവ്മെൻറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഐഡൻറ്റിഫൈ ദ ഡിസീസ് മെൻഷൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താ അത്? ഇൻ സം പീപ്പിൾ certain cells of immune system may destroy the cartilage and synovial membrane. കാർട്ടിലേജും സൈനോവിയൽ മെംബ്രെയിനും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ. അതെന്താണ്? ഇറ്റ്സ് എ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, അങ്ങനെ നമ്മൾ കുറച്ച് ഡിസീസസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനുള്ളതാണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഐഡൻറ്റിഫൈ ദ മസിൽ ഫ്രം ദ പെക്യൂലിയാരിറ്റീസ് ഗിവൺ ബിലോ. ഇതേപോലെ 2 പെക്യൂലിയാരിറ്റീസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മസിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മൾ ഏതൊക്കെ മസിൽസ് പഠിച്ചിട്ടുണ്ട്? സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സെൽസ് വിത്ത് സിംഗിൾ ന്യൂക്ലിയസ് സ്പിൻഡിൽ ഷേപ്ഡ് സെൽ. അപ്പോൾ ഇതാരായിരിക്കും? ഇറ്റ്സ് എ സ്മൂത്ത് മസിൽ. നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ കാണുന്ന സ്മൂത്ത് മസിൽസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി എഴുതാണ് കേട്ടോ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതെന്തിൻ്റെ പിക്ചേഴ്സാണ്? ജോയിൻസിൻ്റെ പിക്ചേഴ്സാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ളത് ABCD എന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുന്ന മുന്നേ നമുക്ക് ഈ ഒരു പിക്ചേഴ്സ് ഏതൊക്കെ ജോയിൻസ് ആണ്? ഫസ്റ്റ് വൺ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണല്ലേ, കൈപ്പത്തിയുടെ അവിടെ കാണുന്നത്. ദെൻ കൈമുട്ട്, എൽബോയിൽ കാണുന്നത് ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ് നമ്മുടെ നെക്കിൽ കാണുന്നത്. സോ C ആണ് റൈറ്റ് ആൻസർ. ഗ്ലൈഡിങ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ് ആൻഡ് പിവറ്റ് ജോയിൻറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഡിസോർഡർ ഓഫ് ദ ബോൺസ് ആൻഡ് മസിൽസ് ആർ ഗിവൻ ഇൻ കോളം 1 ആൻഡ് ദെയർ കോസ് is given in column 2. Analyze them and choose the option including the correct pair. അപ്പോൾ കോളം 1 ഡിസോർഡർ തന്നിട്ടുണ്ട്, കോളം 2 അതിന് കറക്റ്റായിട്ടുള്ള ഇത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് പെയറിനെ. അപ്പോൾ ഫസ്റ്റത്തത് എന്താ? പി സ്പ്രെയിൻ എന്ന് പറയുമ്പോൾ ഉളുക്ക് എന്താ? നമ്മളുടെ ലിഗമെൻറ്റിന് ബ്രേക്കേജോ സ്ട്രെച്ചിങ്ങോ വരുന്നതാണ്. സോ പിക്ക് കറക്റ്റ് 3 ആണ് അല്ലേ, സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ദ ലിഗമെൻറ്റ്. ഓസ്റ്റിയോപോറോസിസ് നമ്മൾ പറഞ്ഞു എല്ല് ആ ഒരു ഹാർഡ്നെസ് ഒക്കെ പോകുന്ന ഒരു പ്രശ്നമാണ്, ഫ്രജൈലാവുന്ന അവസ്ഥയാണ്. സോ അതെന്താണ്? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡി, ഇതുകൊണ്ടൊക്കെ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. ദെൻ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത് തന്നെ, ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് ബൈ സർട്ടൻ ഡിഫൻസ് സെൽസ്. അപ്പോൾ 1. ദെൻ മസ്കുലാർ ഡിസ്ട്രോഫി, ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ജീൻസ്. ജെനറ്റിക് ഇഷ്യൂ ആണല്ലോ മസ്കുലാർ ഡിസ്ട്രോഫി. അപ്പോൾ P3 ഓസ്റ്റിയോപോറോസിസ്, Q4 അങ്ങനെ വരുമ്പോൾ D is the right answer. ഓക്കെ, സിമ്പിളാണ്. ദെൻ 6th ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ഡയഗ്രാം റീഡ്രോ ചെയ്യണം.
ഓക്കെ, അതിന് പ്രത്യേക മാർക്കുണ്ട്. റീഡ്രോ എന്ന് കാണുമ്പോൾ നമ്മൾ വൃത്തിക്ക് അവിടെ ഒരു ചിത്രം വരച്ചു വെക്കണം. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ദ പാർട്ട് മെൻഷൻ ബിലോ ആൻഡ് ലേബൽ ദം. അപ്പോൾ നമ്മൾ റീഡ്രോ ചെയ്തിട്ട് ഇവിടെ എ പാർട്ടിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അവിടെ ലേബൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് പേര്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ്, ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ്. അപ്പോൾ ഇതൊരു ജോയിൻറ്റിൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 ബോൺസ് ജോയിൻ ആവുന്ന ആ ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡിൻ്റെ പേരെന്താണ്, സൈനോവിയൽ ഫ്ലൂയിഡാണ് അല്ലേ. അപ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡ് മീൻസ് ജസ്റ്റ് റഫായിട്ടൊന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. പിന്നെ ദ പാർട്ട് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ബോൺസ് വിച്ച് റെഡ്യൂസ് ഫ്രിക്ഷൻ കുറക്കുന്ന ബോണിൻ്റെ ടിപ്പിലുള്ള പാർട്ടിൻ്റെ പേരെന്താണ്, കാർട്ടിലേജ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മളവിടെ ലേബൽ ചെയ്ത് കൊടുക്കണം. ദെൻ ഐഡൻറ്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ഇൻ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. എക്സ് അത് നമുക്ക് ഡയഗ്രത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് അതെന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താ അത്, ലിഗമെൻ്റ് ആണ് അല്ലേ. ലിഗമെൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫോർ കണക്റ്റിംഗ് 2 ബോൺസ്. 2 എല്ലുകളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന പാർട്ടാണ് ലിഗമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള questions. If you have any doubt, just comment below, and thank you for watching.